Hello everyone, welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നെയിൽ ആർട്ടാണ് കാണാൻ പോകുന്നത്. നെയിൽ ആർട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഭയങ്കര സംഗതികളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഈസി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് നമ്മളെപ്പോഴും പ്ലെയിൻ ആയിട്ടാണല്ലോ നെയിൽ പെയിൻ്റ് ഒക്കെ ഇടുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. വലിയ നെയിൽ ആർട്ടിൻ്റെ ഭയങ്കര ടൂൾസ് ഒന്നും വേണ്ടാതാനും ഇതിന്. നമുക്ക് നമ്മുടെ കയ്യിൽ ഹെയർ പിൻ അല്ലെങ്കിൽ യു പിൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഈർക്കിയിൽ മതി, അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. വലിയ കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും ഇതിൽ പറയാനായിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ നെയിൽ പെയിൻറ്റിന് ആദ്യമേ തന്നെ 2 കളർ നെയിൽ പെയിൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഇൻഡെക്സ് ഫിംഗറിൽ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ബേസ് കൊടുക്കുകയാണ്. നല്ലൊരു നിയോൺ പിങ്ക് കളറാണ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബ്ലാക്ക് കളർ നെയിൽ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലൊരു യു പിൻ എടുക്കുന്നുണ്ട്. ഈ യു പിൻ വെച്ചിട്ട് ഞാൻ അതിനൊരു 4 ഡോട്ട് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് നെയിൽ പെയിൻറ്റ്. ഈ ഡിസൈൻ ശരിക്കും ഞാൻ റാൻഡംലി ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്യാം. ബട്ട് എനിക്ക് ഈ ഡോട്ട്സ് ഒക്കെ പോലത്തെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡോട്ട്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ ഡോട്ട്സ് ടിപ്പ് വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ. ഇനി മിഡിൽ ഫിംഗറിലും ഞാൻ സെയിം പിങ്ക് ബേസ് ആണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ പോൾക്ക ഡോട്ട്സ് ആണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പൂവിൻ്റെ പോലെ ഡോട്ട്സ് ഒന്നും ചെയ്യുന്നില്ല. സ്ട്രേറ്റ് ആയിട്ട് ഡോട്ടായിട്ട് ഫുൾ നെയിൽസിലും എന്താ പറയുക പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നെയിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗറും കഴിഞ്ഞു. ഇനി റിംഗ് ഫിംഗറിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസ് കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭംഗി വരും നമ്മുടെ കൈക്ക്. ഇപ്പം ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ടാണ് ഡോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഏത് കളേഴ്സാണോ എടുക്കുന്നത് 2 അത് ഇതുപോലെ ചെയ്താൽ മതി. ഡോട്ട് ചെയ്യുന്നത് നമ്മൾ ബേസ് ഇട്ടേക്കുന്ന കളറായിരിക്കണം, ആൻഡ് നമ്മൾ ബേസ് ഇട്ടേക്കുന്ന കളറായിരിക്കണം നമ്മൾ ഡോട്ട് ചെയ്യുന്നത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ റിംഗ് ഫിംഗറിലും ഇതുപോലെ തന്നെ പൂവിൻ്റെ ഷേപ്പിൽ ഡോട്ട് ചെയ്തു. ആൻഡ് ആ ഡോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ടിപ്പ് വരെ കൊണ്ടുപോയി. ലിറ്റിൽ ഫിംഗറിൽ ഞാൻ സെയിം നമ്മൾ മിഡിൽ ഫിംഗർ ചെയ്ത പോലത്തെ തന്നെ ഡിസൈനാണ് ചെയ്യുന്നത്. എല്ലാം ഒരേപോലത്തെ ഡിസൈൻ ആയി കഴിയുമ്പോൾ സെയിം ആയി പോലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് തമ്പിലും ഞാൻ പോൾക്ക ഡോട്ട്സ് പോലത്തെ തന്നെ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയിൽ ആർട്ട് എന്ന് പറയാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ നല്ല ഈസിയാണ്. ഒരുപാട് നെയിൽ ആർട്ടൊന്നും അറിയാത്തവർക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് നെയിൽ ആർട്ടൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തതാണ് ഈ ഒരു റിസൾട്ട്. പക്ഷേ എനിക്ക് എൻ്റെ റിസൾട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഡേ ലൈറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഈ ഒരു പിങ്ക് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു പിങ്ക് നല്ലൊരു നിയോൺ പിങ്ക് ആയിരുന്നു. അത് കാരണം നല്ല കൈക്ക് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ശരിക്കും എനിക്കിത് മാറ്റാനായിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ എൻ്റെ നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ ബൈ.